ഇതൊന്നും പറയാനില്ല. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ലതും പറയേണ്ട കാര്യമുണ്ടോ? ചേട്ടാ ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ ഇത് 3-ാം പ്രാവശ്യം. ചേട്ടാ ഇപ്പൊ കട്ട് ചെയ്തപ്പോ വല്ലതും തോന്നിയോ? കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കട്ട് ചെയ്തിട്ടും വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തിൽ സിനിമയായിട്ട് കാണുക. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സ് അല്ലാണ്ടും സ്റ്റോറി പലരും പറഞ്ഞു സ്റ്റോറിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടെന്ന്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. എല്ലാം കൂടി ചേർത്ത് ഐ ലൈക്ക് ദ മൂവി. ഐ ഹോപ്പ് എവരിബഡി വിൽ ലൈക്ക് ഇറ്റ്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്? ഫസ്റ്റ് ടൈമാണ്. ശരിക്കും ബ്രോ കട്ട് ചെയ്ത ശേഷം എങ്ങനെയുണ്ട്? കട്ട് ചെയ്തതിന് ശേഷം എനിക്കത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ കണ്ട ഒരാളുടെ കൂടെ പോയി കണ്ടേ. അപ്പോൾ കട്ട് ചെയ്യണ്ടായിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ പടം? തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കട്ട് വെർഷനാണ് കാണുന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നു. കട്ട് ചെയ്യാൻ മാത്രമേ എന്താണ് ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ ആവശ്യമില്ലായിരുന്നു. കട്ടിന് വേർഷൻ കണ്ടുള്ള ആളുണ്ട്. അപ്പൊ പുള്ളിക്കാരി കൂടെ ഉണ്ടായിരുന്നോണ്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല പറഞ്ഞു. എന്നാലും കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മുമ്പ് എന്തായാലും ഇട്ടിട്ടുണ്ടല്ലോ. അതിന് വേണ്ടിയുള്ള പ്രൊമോഷൻ. അല്ല, കട്ട് ചെയ്യണതിന് മുമ്പേ ഓൾറെഡി 200 ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഡെഫിനറ്റ്ലി ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. സിനിമയുടെ മേക്കിംഗ് ഒക്കെ ആ രീതിക്ക് അറിയണമെങ്കിൽ തിയേറ്ററിൽ വന്ന് തന്നെ അറിയണം. സിനിമയായിട്ട് കാണണം. അതോ ഒറിജിനലാണോ? കട്ട് ചെയ്യേണ്ടെന്ന് അഭിപ്രായം. ഇപ്പൊ കട്ട് വേർഷൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് വേണോ വേണ്ടെന്നൊരു ഒപ്പീനിയൻ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നില്ല. ഒരു പക്ഷെ ഇതിന് മുമ്പ് പോയി കണ്ടിട്ടാണ് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുമായിരുന്നു. ഇപ്പം കട്ട് വേർഷനാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് എമ്പുരാൻ എന്ന് പറയുന്നത്. എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്പീനിയൻ നമുക്ക് തരാൻ പറ്റില്ല. കട്ടാ കാണുന്നെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. പോരാ, കാണാനൊരു പ്രതീക്ഷയില്ല അത് കട്ട് ചെയ്തോണ്ട്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം. ഫസ്റ്റ് ഹാഫ് എങ്കിലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ പടം? അതിന് വേണ്ടിയിട്ടാണ് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ കട്ട് ചെയ്തുകൊണ്ട് വരാൻ തീരെ ഇല്ലായിരുന്നു. അതായിരുന്നു കുറച്ചുകൂടെ വീട്ടിൽ കട്ട് ചെയ്ത് കളഞ്ഞപ്പോ എങ്ങനെയുണ്ട്? അല്ല, ഫസ്റ്റ് ആയിരുന്നു നല്ല. ആവശ്യം ഉള്ളത് കുറച്ച് പോയി. ഫസ്റ്റ് ആയിരുന്നു നല്ല. സെക്കൻഡ് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ലൂസിഫർ തന്നെ കുറച്ചുകൂടെ കൊള്ളാമെന്ന്. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. എന്നാലും കട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇതിപ്പോൾ ചുമ്മാ ഇങ്ങനെ പിന്നെ പേരൊക്കെ മാറ്റി അതൊക്കെ കുറച്ച് ഓവറാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഇതൊരു സിനിമയാണ്, അത് അങ്ങനെ എടുക്കാൻ ആൾക്കാർ പഠിക്കണം. പാർട്ടിയുടെ അത് കുറേ ഉണ്ട് ശരിയാണ്. എന്നാലും ഒരു സിനിമയായിട്ട് കാണാനുള്ള ഇതൊന്നും ആർക്കറിയില്ല. കുറേ നാൾ മുമ്പ് തന്നെ ഇപ്പം മാർക്കോ ഇത് ഇനിയിപ്പം ആവുമോ? തീർച്ചയായും. പിന്നെ എങ്ങനെയുണ്ട് മൊത്തത്തില് കണ്ടപ്പോ? കൊള്ളാം, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ പക്ഷേ ആദ്യത്തെ ലൂസിഫർ തന്നെ കുറച്ചുകൂടെ കട്ട് ചെയ്ത വേർഷൻ നല്ലത് തന്നെ, കുഴപ്പമില്ല. കട്ട് ചെയ്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വേറെ സിനിമയ്ക്ക് നല്ല ഒഴുക്കൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓക്കെ, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാനായിട്ട്. കട്ട് ചെയ്ത് മുമ്പ് കാണാൻ പറ്റിയായിരുന്നു. കട്ട് ചെയ്ത് ആക്ച്വലി സീൻസ് ഫ്രണ്ട്സ് പറഞ്ഞ് അറിഞ്ഞായിരുന്നു. കട്ട് ചെയ്ത് കണ്ടിട്ട് ആപ്പാണ് എൻ്റെ അത്യാവശ്യം വയറിച്ചത്. എന്താണ് കട്ട് ചെയ്യുന്നത് മനസ്സിലാവും. കട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല സ്റ്റോറി ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ പൈപ്പിച്ചു. നെഗറ്റിവിറ്റി മാത്രമേ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കുറച്ചിലാകാം. അത്രേ ഉള്ളൂ. ഓക്കെ. ബ്രോ എന്താണ് പറഞ്ഞത്? സെയിം കാര്യം. ഇപ്പൊ എല്ലാവരും കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പൊളിറ്റിക്സ് ഇപ്പൊ എല്ലാവരും നടക്കണത് അറിയുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്താലും കട്ടിയില്ലെങ്കിലും ആൾക്കാർ അറിയേണ്ടത് അറിയുമല്ലോ. എന്നാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ. ലാലേട്ടനും പൃഥ്വിരാജൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കിടിലുമായിട്ടുണ്ട്. അവരെ നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. അവരുടെ അവസാനത്തെ ഫൈറ്റ് സീൻ നല്ലതായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ തിയേറ്റർ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അല്ലാതെ എനിക്കതിൽ കുറ്റം പറയത്തക്ക ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നെഗറ്റീവ് എലിമെന്റ്സ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കട്ട് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള വേഷം കണ്ടില്ലായിരുന്നു. മറ്റുള്ളവർ പറയാനായിട്ട് എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എനിക്ക്
ആക്ച്വലി ഒരു മൂവി ആ എന്താ ചേച്ചി? ഒരു മൂവിയായിട്ട് അത് ഓൾറെഡി ഇറങ്ങിയ മൂവിയാണ് അത് സെൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. മൂവിയായിട്ട് കാണുക, അവർക്ക് പറയാനുള്ള അത് അവർ സെൻസർ ചെയ്ത് ഇറക്കിയത്, സെൻസർ ബോർഡ് അനുകൂലിച്ച് ഇറക്കിയ മൂവിയാണ്. പിന്നെ അത് രണ്ടാമത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളാണെങ്കിൽ പോലും ടിക്കറ്റ് എടുത്തത് ഈ മൂവി കാണാൻ വേണ്ടിയാണ്. ഞാനൊക്കെ 25-ാം തീയതി എന്തോ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പം നമ്മൾ ഈ മൂവിക്ക് വേണ്ടി വരുമ്പം ഈ ഒരു എഡിറ്റഡ് വേർഷൻ ആണ് എന്ന് വിചാരിച്ചല്ലേ നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ പാതി ഈ സെൻസർ ചെയ്തൊരു മൂവി കാണുമ്പം സത്യം പറഞ്ഞാൽ വരുന്നുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. സെൻസർ ചെയ്ത മൂവി ആണല്ലോ കാണുന്നത്. പക്ഷെ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നല്ല സിനിമ.